മമതാ ബാനർജി തണ്ടിലേറി നടക്കുകയായിരുന്നു. കാലങ്ങളോളം കഴിഞ്ഞ 15 വർഷം മമതയുടെ തേർവാഴ്ച. അതിനു മുൻപ് പടിപടിയായി ഉയർച്ചയുടെ ഗ്രാഫായിരുന്നു. എല്ലാം ഒറ്റയടിക്ക് തകർന്ന് തരിപ്പണമായ ഒരു ലക്ഷണമാണിപ്പോൾ ബംഗാളിൽ കാണുന്നത്. അതേക്കുറിച്ചൊരു സൂചന ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നൽകിയതുമാണ്. എന്താണ് മമതയ്ക്ക്? മമതയുടെ തോളിൽ മാറാപ്പ് കയറ്റിയതാർ? സ്വയം വലിച്ചു വെച്ച മാറാപ്പാണോ, അതോ സ്വയം കൃതാനർത്ഥം എന്ന നിലയിലല്ലാതെ ഭാഗ്യദോഷം എന്ന് പറയാനാവുമോ? നമുക്ക് പരിശോധിക്കാം. തൃണമൂൽ കോൺഗ്രസ്, ഗ്രാസ് റൂട്ട് കോൺഗ്രസ് എന്നാണല്ലോ പറയുക. കോൺഗ്രസ് പാർട്ടി അതിൻ്റെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നു. ഒരു പ്രക്ഷോഭം നയിക്കാൻ കഴിയുന്നില്ല. മമതാ ബാനർജിയെ പോലെയുള്ള അന്നത്തെ ഒരു നൂറ്റാണ്ട് മുൻപുള്ള യുവ നേതാക്കളെ വളർത്തിക്കൊണ്ട് വരാൻ ഒന്നും ചെയ്യുന്നില്ല. ഒരു ഓൾഡ് ഗാർഡ് ലീഡർഷിപ്പിൻ്റെ തടവിലായിപ്പോയി കോൺഗ്രസ്. അപ്പോൾ ഹൈക്കമാൻഡിൽ നിന്നും അനുകൂല പ്രതികരണം ഉണ്ടായതുമില്ല. മമത കോൺഗ്രസിൽ നിന്നും തിരിഞ്ഞ് നടന്നതിന് ശേഷം കോൺഗ്രസ് പാർട്ടി വെസ്റ്റ് ബംഗാളിൽ അമ്പേ പരാജയമായി. കോൺഗ്രസ് പാർട്ടിക്ക് പിന്നെ ഈ ഗനിഖാൻ ചൗധരിയുടെ അല്ലെങ്കിൽ അധീർ രഞ്ജൻ ചൗധരിയുടെ ഒക്കെ ചില തട്ടകങ്ങളിൽ, മാൽഡ, മൂർഷിദാബാദ്, ചില പർഗാന ജില്ലകൾ, ഇങ്ങനെയൊക്കെയുള്ള ചില ഭാഗങ്ങളിൽ മാത്രം, അത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്, അവിടെ മാത്രമായി കോൺഗ്രസ് പാർട്ടിയുടെ അസ്തിത്വം ഒതുങ്ങി. നൗ ദ ബംഗാൾ പൊളിറ്റിക്സ് ഹാസ് ടേൺഡ് വൺ ഫുൾ സർക്കിൾ. മമതാ ബാനർജി ഇപ്രാവശ്യം തോറ്റു എന്ന് പറയുമ്പോൾ അതൊരു വലിയ അങ്ങനെ കംപ്ലീറ്റ്ലി റൗട്ടഡ് എന്നൊന്നും പറയാനാവില്ല. പക്ഷേ അങ്ങനെ ഒരു തോൽവി തൃണമൂൽ കോൺഗ്രസിന് താങ്ങാനാവില്ലായിരുന്നു. 80 സീറ്റ് ലഭിച്ചു, 40% വോട്ടും ലഭിച്ചു, പിടിച്ചു നിൽക്കാനാവേണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ കഴിഞ്ഞ ഒരു 3-4 ദിവസത്തെ ഒരു ചിത്രം പരിശോധിച്ചാൽ പിടിച്ചു നിൽക്കാനാവുമെന്ന് തോന്നുന്നില്ല. കാരണം സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് ശ്രീമതി മമതാ ബാനർജി അറിഞ്ഞില്ല, അല്ലെങ്കിൽ അറിഞ്ഞു എങ്കിൽ പോലും അത് ഗൗനിച്ചില്ല. അഭിഷേക് ബാനർജി എന്ന അനന്തരവനെ വളർത്തിക്കൊണ്ടുവന്നു. അതേ അഭിഷേക് ബാനർജിയാണ് ഇപ്പോൾ 80 നിയമസഭാ സാമാജികരിൽ 60 പേരെങ്കിലും തള്ളിപ്പറഞ്ഞിരിക്കുന്നത് അവരാണ്. അവരിപ്പോൾ ഒരു പ്രത്യേക ബ്ലോക്കായി രൂപീകരിച്ച് അവർ മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരികയും ചെയ്തു. മമതയുടെ നോമിനിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് സോമൻ എന്ന പ്രായമുള്ള 81 വയസ്സുള്ളൊരു നേതാവാണ്. അപ്പം പ്രതിപക്ഷ നേതാവായിട്ട് മമത കണ്ടുവെച്ച പടുവൃദ്ധനെ മാറ്റി സാമാന്യം ചുറുചുറുക്കുള്ള പല പാർട്ടികൾ മാറി കയറി വന്നതാണെങ്കിൽ പോലും ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് അർത്ഥങ്ങൾ വായിച്ചെടുക്കാനുണ്ട്. വേണമെങ്കിൽ പറയാം അവസരവാദ രാഷ്ട്രീയം, വേണമെങ്കിൽ ഇത് പറയാം. 2, മമതയെ തള്ളിപ്പറയാൻ മമതയുടെ തണലിൽ ജയിച്ചു വന്നവർ, മമതയുടെ വ്യക്തിപ്രഭാവം അനുസരിച്ച് ജയിച്ചു വന്നവർ, മമതയുടെ കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടാകളുടെ സഹായത്തോടെ ജയിച്ചു വന്നവർ, എല്ലാ സ്ഥാനമാനങ്ങളും അനുഭവിച്ചിരുന്നവർ, അവർ കിട്ടിയ അവസരം നോക്കി മമത ബാൻഡ് വാഗണിൽ നിന്നും ചാടിയിറങ്ങി എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. നോക്കൂ, ഋതബ്രത ബാനർജിയെ ഒന്ന് പരിചയപ്പെടാം. കേവലം 46 വയസ്സ് മാത്രം പ്രായം. വളരെ ചെറുപ്പത്തിൽ SFIയുടെ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ CPMന്റെ യുവജന വിഭാഗമായ വിദ്യാർത്ഥി വിഭാഗമായ SFIയിലൂടെ രംഗത്ത് വന്നതാണ്. 7-8 വർഷം SFIയുടെ ദേശീയ നേതൃത്വത്തിലുണ്ടായിരുന്ന, SFIയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഋതബ്രതയെ പാർട്ടി ഒരു വലിയ പ്രതീക്ഷയോടെയാണ് കണ്ടത്. അതുകൊണ്ടാണ് പാർട്ടി രാജ്യസഭയിലേക്ക് വിട്ടത്. മുതിർന്ന നേതാക്കളെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് SFI നേതാവിനെ രാജ്യസഭയിലേക്ക് വിടും. സാധാരണ രാജ്യസഭയിലേക്കൊക്കെ വിടുന്നത് ആരെയാണ്? കുറച്ച് സീനിയർ ആളുകളെയാണ്. ഇപ്പോൾ A റഹീമിനെ വിട്ടു, വിസ്മരിക്കുന്നില്ല. ജോൺ ബ്രിട്ടാസിനെ വിട്ടു, വിസ്മരിക്കുന്നില്ല കേരളത്തിൽ. പക്ഷെ പൊതുവെ സീനിയർ നേതാക്കളെ കുടിയിരുത്താനുള്ളൊരു ഇടമാണ് രാജ്യസഭ. അപ്പോൾ അവിടെ വിട്ടു. അവിടെ CPMന്റെ പോക്ക് ലേശം മോശമായി. ഋതബ്രതയുടെ പോക്ക് അതിനേക്കാൾ മോശമായി എന്ന് CPM അണികൾ പറയുന്നു. വിലയേറിയ വാച്ച്, 25,000 രൂപ വിലയുള്ള വാച്ച്, 30,000 രൂപ വിലയുള്ള പേന, ഇതൊക്കെ ധരിച്ചുകൊണ്ട് ഒരു വിലസലായിരുന്നു. അതിനെതിരെ CPMൽ നിന്നും പ്രതിഷേധമുണ്ടായി, അന്വേഷണമുണ്ടായി, സസ്പെൻഡ് ചെയ്ത് നിർത്തി 3 മാസത്തേക്ക്. അതിനുശേഷം ഒരു വാർത്താ മാധ്യമത്തോട് സംസാരിച്ചു, CPMനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സംസാരിച്ചു, CPMന് പുറത്തായി. പിന്നെ BJP ബാൻഡ് വാഗണിൽ ചാടി കയറാമോ എന്നതായി ചിന്ത.
അത് കുറെ കാലം 2-3 വർഷം അതുമായി ബന്ധപ്പെട്ട് നടന്നു. 2010 ആയപ്പോൾ 2020 ആയപ്പോൾ മമതാ ബാനർജിയുടെ ഉഗ്ര പ്രതാപത്തിൻ്റെ കാലമാണ്. അപ്പോൾ മമതയുടെ നീക്കങ്ങളിൽ ആകൃഷ്ടനായി മമതയുടെ ഒപ്പം കൂടി പെട്ടെന്ന് തന്നെ മമതാ ബാനർജിയുടെ വിശ്വാസ്യത ആർജിച്ചെടുത്തു. മമതയുടെ അഭിഷക്തനായ അനന്തരവൻ അഭിഷേക് ബാനർജിയുടെ കയ്യാളായി വലം കൈയായി മാറി. അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചു. ഇപ്രാവശ്യം നിയമസഭയിലേക്ക് സീറ്റ് കൊടുത്തു, ജയിപ്പിച്ചു വിട്ടു. എന്താ ഫലം? ജയിച്ചു കഴിഞ്ഞതിന് ശേഷം മമതയെ ആദ്യം പിന്നിൽ നിന്ന് കുത്തിയത് ഋതുപ്രത ബാനർജി തന്നെയാണ്. ഈ രണ്ടുപേർ അദ്ദേഹത്തോടൊപ്പം മറ്റൊരാളും കൂടെ ചേർന്ന് തങ്ങളുടെയൊക്കെ വ്യാജ ഒപ്പിട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നിയമനം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ തൃണമൂലിൻ്റെ നിയമസഭാ കക്ഷി തിരഞ്ഞെടുത്തത് എന്ന പരാതിപ്പെട്ടതിൽ പ്രകോപിതയായി മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും ചേർന്ന് ഇദ്ദേഹത്തെ അങ്ങ് പുറത്താക്കി. 2 പേരെ പുറത്താക്കിയുള്ളൂ. പിന്നെയും 78 പേരുണ്ട്. പക്ഷേ പുറത്താക്കിയ 2 പേര് ചേർന്ന് 60 പേരെയും അടർത്തിക്കൊണ്ടെങ്കിൽ പോകുന്നു. മറ്റൊരു ബ്ലോക്കായി. മമതയോടൊപ്പം ബാക്കിയുള്ളത് 20 പേരാണ്. ഇപ്പോൾ പറയുന്നത് 16 പേര് മാത്രമേ ഉള്ളൂ എന്നതാണ് കണക്ക്. അത് നിയമസഭയിലെ കണക്ക്. ഇനി ലോക്സഭയിൽ തൃണമൂൽ കോൺഗ്രസിന് 29 MP-മാരുണ്ട്. ആ 29 MP-മാരിൽ 20 പേരെങ്കിലും ഈ പുതിയ തൃണമൂലിനോടൊപ്പമാണ് എന്നതാണ് ഇപ്പോഴത്തെ സംസാരം. BJP ശ്രദ്ധിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഭൂരിപക്ഷമുണ്ട്, കംഫർട്ടബിൾ മെജോറിറ്റി ഉണ്ട്, സഖ്യകക്ഷികളുടെ സഹായത്തോടു കൂടിയാണ്. പക്ഷേ 1 നേഷൻ 1 ഇലക്ഷൻ ബില്ലൊക്കെ കൊണ്ടുവന്ന് പാസ്സാക്കണം എങ്കിൽ ലോക്സഭയിലും രാജ്യസഭയിലും നിർണായക ഭൂരിപക്ഷം ഉണ്ടാകണം, 3/2 ഭൂരിപക്ഷം ഉണ്ടാകണം. അത് സംഘടിപ്പിച്ചെടുക്കണമെങ്കിൽ തൃണമൂലിൻ്റെ 29 MP-മാർ, അതിൽ 20 or 25 പേരുടെ പിന്തുണയുണ്ടെങ്കിൽ വളരെ മെച്ചമാണ്. ഇന്ത്യ മുന്നണി ക്ഷയിക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയ സാധ്യതയാണ്. അതുകൊണ്ട് ഇപ്പോൾ മുഖ്യ പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ തൃണമൂലിൻ്റെ മുഖ്യ വിഭാഗമായ മമതയല്ല, ഇപ്പോൾ മുഖ്യ വിഭാഗം ഋതുപ്രത ബാനർജി പ്രതിപക്ഷ നേതാവായിരിക്കുന്നു. ഒരു ഔദാര്യപൂർവമായ ഒരു ഓഫർ കൊടുത്തു മമതയ്ക്ക്. വേണമെങ്കിൽ താങ്കൾക്ക് ഞങ്ങളുടെ ഉപദേശക പദവിയിൽ ഇരിക്കാം, പക്ഷേ അഭിഷേക് ബാനർജിയുമായി ഒരു നീക്കുപോക്കും ഉണ്ടാവില്ല. ഇതാണ് ഋതുപ്രത ബാനർജിയുടെ തീട്ടൂരം. എത്രത്തോളം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ശോഭിക്കും? BJP-യോടുള്ള ഇടപാട് എങ്ങനെയായിരിക്കും? BJP വിരുദ്ധ ഒരു സ്പേസ് കൺസോളിഡേറ്റ് ചെയ്യാൻ ഋതുപ്രതയ്ക്ക് കഴിയുമോ? അതോ ആത്യന്തികമായി BJP-യോടൊപ്പം ചേരുന്ന ഒരു ഘടകകക്ഷിയായി തൃണമൂലിൻ്റെ ഈ വിഭാഗം കുറെ പേര് മമതയോടൊപ്പം നിൽക്കുമായിരിക്കുമല്ലോ. മമത ക്രൂദ്ധയാണ്, വല്ലാതെ അസംതൃപ്തിയാണ്, വല്ലാതെ വയലൻ്റാണ് മമത ഇതെല്ലാം ഇട്ടെറിഞ്ഞ് താൻ പോകുമെന്ന് ഒരു നിമിഷം പറയുന്നു, അടുത്ത നിമിഷം പറയുന്നു താൻ ചില കടുങ്കയൊക്കെ ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ വലിയ മേളമാണിപ്പോൾ ബംഗാളിൽ നടക്കുന്നത്. അത് മേൽത്തട്ടിൽ. താഴെത്തട്ടിലേക്ക് വന്നാലോ? പതിവ് പരിപാടി ആവർത്തിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസുകൾ ഒന്നൊന്നായി ഇപ്പോൾ മറ്റു പാർട്ടികൾ പിടിച്ചെടുക്കുകയാണ്. CPM-ൻ്റെ ഓഫീസിലാണല്ലോ കൊടിയും കുത്തി തൃണമൂൽ കോൺഗ്രസ് ഓഫീസാക്കി മാറ്റി. അത് ബംഗാളിലെ രീതിയാണ്. കേരളത്തിൽ ചിന്തിക്കാൻ പറ്റുമോ? CPM പരാജയപ്പെട്ടു എന്ന് കരുതി CPM-ൻ്റെയോ CPI-യുടെയോ ഓഫീസിൽ കോൺഗ്രസ്സുകാർ കയറി അല്ലെ BJP-ക്കാർ കയറി കൊടി കുത്തുന്നത് ആലോചിക്കാൻ പറ്റുമോ? ഇത് കേരളമാണ്, അത് ബംഗാളാണ്. ബംഗാളിൽ ഇതൊക്കെ പതിവ് സംഭവമാണ്. മുൻകാലങ്ങളിൽ സംഭവിച്ചു. കോൺഗ്രസ് ഓഫീസുകളിൽ CPM കൊടികുത്തി, CPM ഓഫീസുകളിൽ പിന്നീട് തൃണമൂൽ ജയിച്ചപ്പോൾ കൊടികുത്തി. ഇപ്പോൾ തൃണമൂൽ ഓഫീസിൽ മറ്റു പാർട്ടികൾ കൊടികുത്തുകയാണ്. തൃണമൂലിൻ്റെ അസ്ഥിവാരം വളർന്നു. നോക്കൂ, 45.8% പിന്തുണയാണ് BJP സഖ്യത്തിനുള്ളത്. അതുപോലെ തൃണമൂലിനുള്ളത് 40.8%, 5% വ്യത്യാസമാണ്. അതൊരു കംഫർട്ടബിൾ മാർജിൻ തന്നെയാണ്. BJP കൃത്യമായ മേൽക്കൈ ബംഗാളിൽ നേടിയെന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ 5% വ്യത്യാസം മാത്രമാണുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു വോട്ടെടുപ്പ് നടന്നാൽ ഏതെങ്കിലും ഒരു സീറ്റിലെങ്കിലും തൃണമൂൽ ജയിക്കാൻ പറ്റുമോ എന്നതിൽ സംശയമുണ്ട്. ഒരുപക്ഷെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലെ ജനങ്ങൾ ഒരുപക്ഷെ മാറി ചിന്തിച്ചേക്കാം. ഒരുപക്ഷെ CPM-നെയോ കോൺഗ്രസിനെയോ റിവൈവ് ചെയ്യാൻ ഒരു ചിന്തയുണ്ടായേക്കാം. അവിടെയും ഒരു ഏകോപനമൊന്നുമില്ല. അവിടുത്തെ CPM-ഉം കോൺഗ്രസും തമ്മിൽ ഏകോപനമില്ല. അവിടെ ഒരു പാർട്ടിയും തമ്മിൽ ഏകോപനമില്ല. അവിടെ ഇപ്പോൾ എല്ലാം BJP മയം എന്ന നിലയിലാണ്. നോക്കൂ, 30% മുസ്ലിങ്ങളുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ BJP-ക്ക് ഒന്നാന്തരം വിജയം, മിന്നും വിജയം. ഇപ്പോൾ വിജയത്തിന് ശേഷം BJP എഞ്ചിനീയർ ചെയ്ത സ്പ്ലിറ്റ് ആണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇത് സംഭവിച്ചിരിക്കുന്നത് തൃണമൂലിനുള്ളിൽ ഇത് അവസരം പാർത്ത് നിന്ന്. ഇതൊന്നും ഐഡിയോളജി അല്ലല്ലോ. പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ തൃണമൂൽ എന്നൊക്കെ പറയുന്ന ഐഡിയോളജിയാണോ?
എന്തോ ഒരു അധികാരത്തിന് വേണ്ടി മമതാ ബാനർജിയുടെ വലിയ നാടകീയമായ ചടുലമായ പ്രയോഗങ്ങൾ, നീക്കങ്ങൾ. മുൻകാലത്ത് അഴിമതിയിൽ തഴച്ചു വളർന്നിരുന്ന ഇടതുപക്ഷക്കാർ, മുൻകാലത്തെ കോൺഗ്രസ്സുകാർ, ഇവരെല്ലാം പുതിയൊരു സംഭവം വരുമ്പോൾ അതിലേക്ക് ചാടിക്കേറി തമിഴ്നാട്ടിൽ വിജയ് പാർട്ടിയിലേക്ക് ഇനി വൻതോതിൽ കുത്തൊഴുക്കുണ്ടാകും. ഇപ്പോൾ കാര്യമായ നേതാക്കളൊന്നുമില്ല. ഇനിയിപ്പോൾ DMK-യിൽ നിന്നും ADMK-യിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും ഒക്കെ തന്നെ വിജയ് പാർട്ടിയിലേക്ക് വൻതോതിൽ ഒഴുക്കുണ്ടാകും. ഇനി വിജയ് കാലഘട്ടമാണ് എന്ന ചിന്തയാണ്. അപ്പം ഇനിയിപ്പോൾ സുവേന്ദു അധികാരി കാലഘട്ടമാണ് ബംഗാളിൽ എന്നാണ് ചിന്ത. BJPക്ക് സ്പീക്കർ സ്ഥാനമുണ്ട്, മുഖ്യമന്ത്രി സ്ഥാനമുണ്ട്, മന്ത്രിസഭയുടെ തലപ്പത്താണ്. അപ്പം നിയമസഭയ്ക്ക് ഉള്ളിലെ ഘടനകളെ നിയന്ത്രിക്കുന്നത് രവീന്ദ്ര ബോസ് എന്ന് പറയുന്ന സ്പീക്കറും, അത് BJP തിരഞ്ഞെടുത്ത സ്പീക്കറാണ്. അപ്പോൾ ഏത് പാർട്ടി അംഗീകരിക്കണം, എന്ത് ക്ലെയിമാണ് അംഗീകരിക്കേണ്ടത്? അപ്പം എനിക്ക് തോന്നുന്നത് ബംഗാൾ നിയമസഭയിലൊക്കെ മമതാ ബാനർജിയോടൊപ്പം നിൽക്കുന്ന വിഭാഗം വല്ലാതെ നിറം കെടുമെന്നാണ് തോന്നുന്നത്. അവസാനം ഒരു കുഞ്ഞുമില്ലാതെ എല്ലാം മമതയെ മാറ്റി ചിന്തിക്കും. പക്ഷേ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്, മമത അല്ലാതെ മറ്റൊരു വൻപൻ നേതാവ് പ്രതിപക്ഷത്തില്ല. ഇപ്പോൾ ഋതബ്രത ബാനർജി ഉണ്ട് എന്നൊക്കെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ശൈലി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഈ ശൈലിയൊക്കെ ഒരു പ്രതിപക്ഷ നേതാവിന് ചേരുന്ന ശൈലിയാണോ? എത്ര പാർട്ടികൾ മാറിക്കേറിയ ഒരാളാണ്. അവ എത്രത്തോളം വിശ്വാസ്യതയുണ്ട്. ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഇപ്പോൾ പറയുന്ന ഒരു ആരോപണം എന്താണ്? ഇദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന 60 MLA-മാർക്കെതിരെയും ED-യുടെ അന്വേഷണമോ മറ്റെന്തെങ്കിലും അന്വേഷണമോ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമോ അഴിമതി ആരോപണമോ എല്ലാം ഉണ്ട്. അപ്പോൾ കേന്ദ്രം ഒന്ന് കരിഞ്ഞെങ്കിൽ മാത്രമേ ഇവർക്ക് നിലനിൽക്കാനാവൂ. അതുകൊണ്ട് വാഷിംഗ് മെഷീൻ കൾച്ചർ അത് വ്യാപകമായി വരികയാണ് എന്നാരോപിക്കുന്നവരുണ്ട്. അത് പൂർണ്ണമായി ശരിയാകാൻ സാധ്യതയില്ല. പക്ഷേ ഭാഗികമായി ഇവർക്ക് ഭാഗ്യാന്വേഷികളാണെന്നാണ് എൻ്റെ പക്ഷം. പക്ഷെ ചിലരെങ്കിലും കേന്ദ്ര അന്വേഷണത്തെ ഭയപ്പെട്ട് എന്നാൽ പിന്നെ മമതയോടൊപ്പം നിന്നാൽ ഇനി ശരിയാവില്ല. പ്രത്യേകിച്ച് മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിക്കെതിരെ ED അന്വേഷണം ദ്രുതഗതിയിൽ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ED അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇനിയിപ്പം ബാനർജിയുടെ കാര്യം, മമതാ ബാനർജിയുടെ കാര്യവും അഭിഷേക് ബാനർജിയുടെ കാര്യവും കട്ടപ്പുക എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. മമതയ്ക്കെതിരെ വ്യക്തിപരമായ കാര്യമായ ആരോപണങ്ങളൊന്നുമില്ല. അവരുടെ അഹങ്കാരം, ധാർഷ്ട്യം, ധിക്കാരം, താൻപോരിമ എന്നൊക്കെയല്ലാതെ മമത വ്യക്തിപരമായി ഏറെ കോടികൾ സമ്പാദിച്ചു എന്നില്ല. പക്ഷേ മമതയുടെ കുടുംബാംഗങ്ങൾ അഭിഷേക് ഉൾപ്പെടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ. അതുകൊണ്ട് മമതയ്ക്കെതിരെ ഇനി എപ്പോഴാണ് കേന്ദ്രം നീങ്ങുക? മമത എന്ന പ്രതിഭാസം കേവലം 27 വർഷത്തെ ഒരു പ്രതിഭാസം മാത്രമായിരുന്നു. 15 വർഷം ഭരണപക്ഷത്തും ബാക്കി ഒരു പാർട്ടിയുടെ ശൈശവദശയും ചേർത്തുകൊണ്ട് ഒരു 1/4 നൂറ്റാണ്ടിൻ്റെ മഹാത്ഭുതമായിരുന്നു മമത. ഇനി നമുക്ക് മമതയെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുമോ, അതോ കാലയവനിക്കുള്ളിൽ മറയുമോ? ഇത് ചോദ്യചിഹ്നമാണ്. അതേപോലെ തന്നെ 2-3 ലഡു ഒരുമിച്ച് പൊട്ടിയിട്ടുണ്ട് ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും മനസ്സിൽ. ഗ്രൗണ്ട് റിയാലിറ്റി അവർക്ക് അനുകൂലമൊന്നുമല്ല. പക്ഷേ തൃണമൂൽ ആകെ അങ്ങ് പരാജയപ്പെട്ടാൽ തൃണമൂലിൻ്റെ വൻപൻ അണികൾ അവരെവിടെ പോകും? അവരെല്ലാം കൂടെ BJP-യിൽ ചേരാൻ പറ്റുമോ? ഈ പുതിയ തൃണമൂൽ എന്ന് പറയുന്ന BJP-യോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ BJP സ്പേസ് ഉണ്ടാവുമല്ലോ ബംഗാളിൽ. ആ സ്പേസിലേക്ക്, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ ഒരു സ്പേസിലേക്ക് ആരാവും ഇറങ്ങി നിൽക്കുക? അപ്പോൾ അത് കോൺഗ്രസ് ആവുമോ, CPM ആവുമോ, മറ്റെന്തെങ്കിലും പുതിയ ഫോർമേഷൻ വരുമോ? ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ അണ്ണാമലൈ ഒരു പുതിയ പാർട്ടി രൂപീകരിച്ച് വരാൻ താല്പര്യപ്പെടുന്നു. അങ്ങനെ പുതിയ ഏതെങ്കിലും ധാരോദയം ബംഗാളിൽ ഉണ്ടാകുമോ? അറിയില്ല. മലയാളികൾ ബംഗാളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ഒരുപാട് ആകാംക്ഷയോടുകൂടി നകത്ത് നിൽക്കുന്നു. അത് ബംഗാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, ബംഗാളിയൊക്കെ ഇവിടെ കേരളത്തിൽ വന്ന് ജോലി ചെയ്യാൻ തുടങ്ങുന്നതിന് വളരെ മുൻപ് തന്നെ ബംഗാൾ രാഷ്ട്രീയം ഒരുപാട് കൗതുകത്തോടെ മലയാളികൾ നോക്കിക്കണ്ടിട്ടുണ്ട്. ഈ കൗതുകത്തിന് ഒട്ടും കുറവ് വരുന്നില്ല. ഇവൻറ്റ്ഫുൾ ഡേയ്സാണ് കടന്നു പോയത്. ഇനി വരാനിരിക്കുന്നത് ചടുലമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ പലരും ഏത് അർത്ഥത്തിലാണ് ഇതെടുത്തത് എന്നറിയില്ല. ബംഗാൾ വളരെ നിർണായകമാണ്, തന്ത്രപ്രധാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സംസ്ഥാനമെന്ന് ഞാൻ വിളിക്കുന്നത് കാശ്മീരിനെ അല്ല, അത് ബംഗാളിനെയാണ്. അതിന് കാരണം ബംഗ്ലാദേശിലെ ഭരണമാറ്റം, ബംഗ്ലാദേശിലെ മാറി വന്ന രാഷ്ട്രീയ DNA അത് ഇന്ത്യക്ക് ചില്ലറ അലോസരമല്ല ഉണ്ടാക്കുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള കവാടം കൂടിയാണ് സിലിഗുരി പാസ് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് പ്രേക്ഷകർ ഓർക്കുമല്ലോ, ഇത് കണ്ടിട്ടുള്ള ആരെങ്കിലും ഓർക്കുമല്ലോ. ബംഗാളിൽ സ്ഥിരത ഉണ്ടാവണം, രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാവരുത്. ബംഗ്ലാദേശ് എന്ന
രാജ്യത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കേണ്ടതാണ്. അവിടുന്ന് ആര് കടന്നു വന്നാലും, മുസ്ലിം ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ വന്നാലും ഹിന്ദു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ അതിർത്തി കടന്ന് ബംഗാളിലോ ആസാമിലോ എത്തിയാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വെല്ലുവിളിയാണ്. SIR നടക്കുന്നു. അതുപോലെ SIR നടത്തി ഒരുപാട് പേരെ പുറത്താക്കിയത് പലരും ബംഗാളി അസ്തിത്വം, ബംഗ്ലാദേശി അസ്തിത്വമുള്ളവരാണ്, അനധികൃതമായി കുടിയേറിയവരാണ്. ചിലരൊക്കെ ന്യായമായി ഇവിടെ താമസിച്ചിരുന്ന ആളുകളെ അനധികൃതമായി വെട്ടിമാറ്റി എന്ന ആരോപണവും നിലനിൽക്കുന്നു. SIR ആണ് മമതയെ പരാജയപ്പെടുത്തിയതെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. അത് പൂർണ്ണമായും ശരിയല്ല. SIR ഇല്ലായിരുന്നു എങ്കിലും ഒരുപക്ഷെ മമതയുടെ ഗതി ഇത് തന്നെ ആകുമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ. അതുകൊണ്ട് ബംഗാൾ ഒരു അതിർത്തി സംസ്ഥാനം എന്ന നിലയിൽ ബംഗ്ലാദേശിലെ മാറ്റങ്ങൾ കൂടി ബംഗാളിൽ പ്രതിഫലിക്കും എന്നതുകൊണ്ട് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സംസ്ഥാനം തന്നെയാണ് എന്ന ഓർമ്മിപ്പിക്കലോടുകൂടി കൂടുതൽ വാർത്തകൾ, തൃണമൂലിൻ്റെ ഭാവിയെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ പുറത്തു വന്നാൽ അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം എന്ന ഉറപ്പോടുകൂടി നിർത്തട്ടെ. എല്ലാവർക്കും ശുഭദിനം.